ഓർഡർ അതിൻ്റെ അപേക്ഷയുമായി എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തല്ലി ഓടിച്ചു എന്ന് പറയേണ്ടി വരും. സുപ്രീം കോടതി ചോദിച്ചു, നിനക്കൊക്കെ നാണമുണ്ടോടാ, ദൈവത്തെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ എന്ന്. ചോദ്യം വളരെ ആത്മാർത്ഥമായാണ്. ദൈവത്തെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ സ്വർണം മോഷ്ടിച്ചിട്ട് ന്യായം പറയാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് ചോദിച്ച് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഇതൊരു വല്ലാത്ത ലോക്കാണ്. ഇതുവരെ ഹൈക്കോടതിയുടെ ലോക്ക് മാത്രമായിരുന്നു ഈ കേസിലെ പ്രതികൾക്ക് ദോഷമായിരുന്നത്. ഇന്ത്യയിൽ 2 ഡസനിലേറെ ഹൈക്കോടതികളുണ്ട്. അതിനൊക്കെ മുകളിൽ ഒരൊറ്റ സുപ്രീം കോടതി മാത്രം, ഒരു ബെഞ്ച് പോലുമില്ല എന്നോർക്കണം. സുപ്രീം കോടതി പരമാധികാരികളാണ്. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തെ സകല സംവിധാനങ്ങളും സുപ്രീം കോടതിന് താഴെയാണ് പ്രായോഗികമായി. എന്തിനേറെ പിന്നീട് പിൻവലിച്ചെങ്കിലും രാഷ്ട്രപതിക്കെതിരെ പോലും ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നോർക്കണം. ആ സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഈ ശബരിമല കള്ളന്മാർക്ക് ലോക്കിട്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഇതൊന്നും പരിഗണിക്കില്ല, സുപ്രീം കോടതി എന്താ നിസ്സാരമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ സുപ്രീം കോടതി ചോദിച്ചു, ദൈവത്തെ പോലും വെറുതെ വിടാത്ത ദുഷ്ടന്മാരെ, നീയൊക്കെ എന്തിനാണ് ഞങ്ങളുടെ സമയം കളയാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന്. ആകെ പകച്ചുപോയി ശങ്കർദാസ് മാത്രമല്ല, സകല കള്ളന്മാരും. അവരുടെ മുമ്പിൽ ഇനി പ്രതീക്ഷ നൽകാൻ ഒരു വാതിലുമില്ല. എല്ലാ വാതിലുകളും അടഞ്ഞു പോയിരിക്കുന്നു. ഹൈക്കോടതി കട്ടക്കലിപ്പിലാണ്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മാത്രമാണ് പരിഗണിക്കുന്നത്. ഇതാ സുപ്രീം കോടതിയും കട്ടക്കലിപ്പിലായിരിക്കുന്നു. അവർ എവിടെ പോയി അഭയം തേടും? അതുകൊണ്ട് മര്യാദയ്ക്ക് ശങ്കർദാസ് നേരെ കൊല്ലം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയിട്ടുണ്ട്. സുപ്രീം കോടതി ഓടിച്ചു വിട്ടവന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിചാരണ കോടതി കേൾക്കുമോ? ഇല്ല. വാസു അടക്കം പത്മകുമാർ അടക്കം നിരവധി തവണ കൊടുത്തതാണ്, ആരും പരിഗണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കള്ളന്മാർക്ക് ജയിലിൽ ദീർഘകാലം കഴിയേണ്ടി വരും.